വലൈക്കും അസ്സലാം. കേട്ടതൊക്കെ സത്യമാണ്. സംസാരവും തൊണ്ടയും ഒക്കെ പോയിരിക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടിലാണ്. അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ്. ദുആ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിൽ. 25 ഗുളികപ്പം തന്നിട്ട് കുടിക്കുക. അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ച് കളയാനൊന്നും അറിയില്ല. പിന്നെ നട്ടെല്ലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് നാളെ കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ നിങ്ങൾ ദുആ ചെയ്താൽ മതി. നല്ലോണം പ്രാർത്ഥിക്കുക. ആത്മമിത്രങ്ങളുടെ മനസ്സത്തെ ഉള്ള ദുആ അത് തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാം. അത് തന്നെ എല്ലാ ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ. മനസ്സിൽ ഒരുപാട് നിയത്ത് വെച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക്. മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ. പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു. 18-ാം തീയതി ആയിരുന്നു. അപ്പം അതൊന്ന് കിട്ടാൻ ശ്രമിച്ചെങ്കിലും അത് എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ദുആ ചെയ്യുക. അള്ളാഹു തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിന് വേണ്ടി. ഈ ലേഖനം കൂടി കണ്ടപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അല്ലേ ഇന്ന് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എത്രത്തോളം 50ഓളം ഗുളികകൾ, ഇപ്പൊ ഗുളികകൾ മാത്രമായി ആയുധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ഓടിയാലും എന്ത് ദുആ ചെയ്താലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ, വിശിഷ്യ കാന്തപുരം ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എത്രയോ നിറയൊഴിച്ച മനുഷ്യനാണ് ഈ ബാലുശ്ശേരി. എത്ര തോന്നിവാസങ്ങളും എത്ര മോശങ്ങളും എത്ര തെറിയും ധിക്കാരവും മുശ്രിക്വാദവും ഉന്നയിച്ച ആളാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി. ഇന്ന് കിടന്ന് നിരങ്ങുകയാണ്, വേദനകൾ അനുഭവിക്കുകയാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് കേൾക്കാറുണ്ട്. ഒരു രാവിലെ ഒരു പകലുണ്ട് എന്ന് കേൾക്കാറുണ്ട്. നമ്മളെല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ ആരെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനകളൊന്നും അന്ന് വിളിച്ചു പറയുമ്പോൾ സ്റ്റേജ് കെട്ടി ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ഉസ്താദുമാരെയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും ഈ അലമുറക്ക് വിട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും ആ ഉസ്താദിനെ വിടാതെ വളരെ അധികം രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുകയും പൂജ നടത്തിക്കൂടെ, നിങ്ങളുടെ ഔലിയാക്കൾ എവിടെ, നിങ്ങളുടെ സ്വാലിഹീങ്ങൾ എവിടെ, നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിന് നേരെയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നേരെയും. പക്ഷെ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളതൊന്നും പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചിട്ടല്ല ഈ വോയിസ് വിടുന്നത്. ഞങ്ങളാരും അങ്ങനെ പകരം വീട്ടിൽ പഠിച്ചവരല്ല. ഞങ്ങൾ ഉസ്താദുമാരും അത് പഠിപ്പിച്ചിട്ടുമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു, ഒരുപാട് ആലിമീങ്ങൾ നിങ്ങൾ മുശ്രിക്കും കാഫറുമാക്കി ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞ് മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വലിച്ചയച്ചു കൊണ്ടുപോയി. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു. ഉസ്താദിന്റെ മേൽ ആരോപണം ഉന്നയിച്ച് ഒരുപാട് ആരോപണങ്ങൾ, എന്തെല്ലാം കൃതികളും എന്തെല്ലാം പ്രസംഗങ്ങളും നടത്തി. അപ്പോൾ എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നുണ്ട്. നിങ്ങളാക്കിയ മുശ്രിക്വാദവും കാഫിർവാദവും നിങ്ങൾ പരസ്പരം തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു അത് തിരിച്ചു നൽകിയിരിക്കുകയാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. നിങ്ങൾ ഇപ്പോൾ സൽമാനുൽ ഫാരിസിയോട് പറയുന്നത് 25 ഗുളിക കൊടുക്കുന്ന ആ ബാലുശ്ശേരിയോട് ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് കൊടുക്കുകയായിരുന്നു. വഇയ്യാക നസ്തഈൻ ആയത്ത് മറക്കണ്ടെന്ന് പറയാം. ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഈ വോയിസ് എത്തിച്ചാലും മതി. ഈ വോയിസുകളോട് പറയാം വഇയ്യാക നസ്തഈൻ. അതുപോലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു അത് എത്തിച്ചു കൊടുക്കുക. ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ബാലുശ്ശേരിക്ക്. ഒന്നുകൂടെ നല്ലപോലെ ഒരു ശ്രമിച്ചു നോക്കാം. ഒന്നുകൂടെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. അവിടെ ഒരു ഗുളിക, ഒരു ആസ്പത്രിയുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. എല്ലാം അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മാത്രം മതി. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ആസ്പത്രിയിൽ പോകുമ്പോൾ പാടില്ല. ഔലിയാക്കോട്ട് വരിക്കോളൂ എന്ന് പറഞ്ഞാൽ പറ്റി പരിഹസിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് ബാലുശ്ശേരിക്ക് വോയിസ് എത്തിച്ചു കൊടുക്കുക. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു മറക്കല്ല ബാലു എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് മറക്കല്ല ബാലുശ്ശേരി എന്ന് പറഞ്ഞു കൊടുക്കുക. വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് മറക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുക. ഏറ്റവും നല്ലതാണ്. കുറച്ചും കൂടെ